എത്ര പിടിക്കപ്പെട്ടാലും അവർ വന്നുകൊണ്ടേയിരിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രം 4 പേരാണ് മാലമോഷണത്തിൽ അറസ്റ്റിലായത്. ഇവരെ കൂടാതെ കൂടുതൽ സംഘങ്ങൾ മാലമോഷണം നടത്തി ഇന്നലെ നഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. മീന, റോസ്ലി, ശാന്തി, മീനാക്ഷി ഈ 4 പേരാണ് ഇന്നലെ പിടിയിലായത്. തമ്പാനൂരായിരുന്നു ഇവരുടെ വിഹാര കേന്ദ്രം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ CCTV ക്യാമറയും നിരീക്ഷണവും ശക്തമാക്കിയതോടെ മാലപൊട്ടിക്കൽ സംഘം പൊങ്കാല നടക്കുന്ന നഗരത്തിലെ മറ്റു സ്ഥലങ്ങളിലാണ് കേന്ദ്രീകരിച്ചത്. തമ്പാനൂരിൽ സംഭാരണ വിതരണം നടത്തിയ സ്ഥലത്ത് നിന്നായിരുന്നു ഇവർ മാല മോഷ്ടിച്ചത്. മാല മോഷ്ടിച്ചവരെ കണ്ടെത്താൻ അപ്പോൾ തന്നെ പോലീസ് നഗരത്തിലാകെ അരിച്ചുപറക്കി. പക്ഷേ കിട്ടിയില്ല. അതേസമയം ഈ മോഷണം നടത്തിയ അതേ പ്രതികൾ പൊങ്കാല കഴിഞ്ഞ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ കയറുന്ന ഭക്തരുടെ മാല മോഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. അവിടെ പക്ഷേ ഡാൻസ് ഓഫ് സംഘമുണ്ടായിരുന്നു. വേഷം മാറിയ പോലീസുകാർ, സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിലെ അംഗങ്ങൾ. അവർ നോക്കുമ്പോൾ അവിടെ ഒരു KSRTC ബസ്സിൽ കയറാനുള്ള ഭക്തർക്കിടയിൽ അസ്വാഭാവികമായ ഒരു തിക്കും തിരക്കും. അവർ ശ്രദ്ധിച്ചപ്പോൾ 4 സ്ത്രീകളാണ് ഈ തിക്കും തിരക്കും അനാവശ്യമായി ഉണ്ടാക്കുന്നത്. സംശയം തോന്നിയപ്പോൾ തന്നെ അവരെ കസ്റ്റഡിയിലെടുത്തു. നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. അവിടെ വെച്ച് കൃത്യമായി ചോദ്യം ചെയ്തതോടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അവർ തന്നെയാണ് ഉച്ചയ്ക്ക് ആ സംഭാരശാലയിൽ നടത്തിയ മോഷണത്തിനും പിന്നിൽ. ഇതേ സംഘം കഴിഞ്ഞ വർഷവും തിരുവനന്തപുരത്ത് പോലീസിന്റെ പിടിയിലായിരുന്നു. പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്ഷേത്രത്തിൽ ദർശനത്തിനിടെയായിരുന്നു മോഷണം. അതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. സൂക്ഷിച്ചു നോക്കിയാൽ തമ്പാനൂരിൽ പിടിയിലായ അതേ സംഘമാണെന്ന് വ്യക്തമാകും. അവരുടെ മോഷണ രീതിയും ഈ CCTV ദൃശ്യത്തിലുണ്ട്. മുൻപിൽ നിൽക്കുന്ന സ്ത്രീയെ വളഞ്ഞു നിൽക്കുകയാണ് തസ്കര സംഘം. കൃത്രിമമായി തെള്ളുണ്ടാക്കുന്നു. കയ്യിൽ സാരിയുടെ തലപ്പെട്ട് മറച്ച് കഴുത്തിൽ നിന്ന് കട്ടർ ഉപയോഗിച്ച് സ്വർണ്ണമാല തട്ടിയെടുക്കുന്നു. ഇതാണ് ഇവരുടെ രീതി. ഇവരുടെ കൈവശം ഒരു ചെറിയ കട്ടറുണ്ട്, ഒരു പ്രത്യേക ഉപകരണം. അതുപയോഗിച്ച് ആ തിരക്കിനിടയിൽ ആ ഇരയറിയാതെ മാല മോഷ്ടിച്ചെടുക്കും. മാല മോഷ്ടിക്കുന്നയാൾ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള സംഘാംഗത്തിന് കൈമാറും. അയാൾ മറ്റൊരാൾക്ക് കൈമാറും. അങ്ങനെ ഒരാൾ പിടിക്കപ്പെട്ടാലും ആ മാല സ്ഥലത്തുണ്ടാകില്ല. അതേസമയം രക്ഷപ്പെട്ടവർ ഓട്ടോറിക്ഷകൾ മാറി മാറി കയറിയാണ് സ്ഥലം കാലിയാക്കുന്നത്. അവരെ ട്രേസ് ചെയ്യുക എന്നതും വളരെ പ്രയാസമാണ്. പിടിക്കപ്പെട്ടാലോ ഇവരെ കോടതിയിലെത്തിക്കുമ്പോഴേക്കും സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകരിൽ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടാകും. അത്ര വലിയ നെറ്റ്വർക്കാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നാണ് പോലീസ് കരുതുന്നത്. ചില സംഭവങ്ങളിൽ കേസെടുത്തിട്ടുണ്ട്. ഒരു സംഘം മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. മോഷണം നടത്തി രക്ഷപ്പെട്ട പല സംഘങ്ങളും ഇപ്പോൾ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഉത്സവ സ്ഥലത്ത് ഇപ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക.